ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അർച്ചന അവിടുന്ന് പോരാൻ സച്ചി സമ്മതിച്ചോ? അതെനിക്കറിയില്ല. പക്ഷേ അർച്ചന എല്ലാരോടും അവളുടെ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായാലും നാളെ രാവിലെ അവൾ ഇവിടുന്ന് ഇറങ്ങും. ഞാൻ രാവിലെ വിളിക്കാം. ഇനി ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം വിളമ്പിത്തരാനുള്ള അവസരം എനിക്ക് കിട്ടിയില്ലെങ്കിലോ? ഇത് നെല്ലിശ്ശേരിയിലെ എന്റെ അവസാനത്തെ രാത്രിയാണ്. നാളെ നേരം വെളുക്കുമ്പോ എന്നേക്കുമായിട്ട് ഞാൻ നെല്ലിശ്ശേരിയുടെ പടിയിറങ്ങും. ചേച്ചി എന്താ തമാശ പറയാണോ? തമാശ പറയാൻ പറ്റിയ കാര്യമല്ല ഇതെന്ന് എല്ലാവർക്കും അറിയാലോ. ഞാൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനം ഇത്. ഈ വീട് ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതാ. അപ്പോ സച്ചിയേട്ടൻ കൊന്നു? അവരെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചോ? എന്റെ ജീവിതം അവർക്ക് വേണ്ടിയുള്ളതാ. അവരെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഈ വീട് ഉപേക്ഷിച്ച് പോകുന്നതാ എല്ലാവർക്കും നല്ലത്. ഇതെന്റെ മാത്രം തീരുമാനമാണ്. ഇവിടെ മറ്റാർക്കും ഒരു പങ്കും ഇതിലില്ല. സച്ചിയേട്ടാ, സച്ചേട്ടൻ പോയല്ലോ. ചേച്ചി സച്ചേട്ടനോട് ഈ കാര്യം പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറഞ്ഞില്ല. സച്ചിയുടെ ദേഷ്യപ്പെട്ട് പോയത് കണ്ടില്ലേ? ആ പിണക്ക് മാറ്റാൻ എനിക്കറിയാം. നിങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടാവണം. ഈ വീട്ടിൽ എന്നും സന്തോഷം ഉണ്ടാവണം. എന്റെ കുഞ്ഞിന്റെ പേരിൽ ഒരു ദോഷവും ഇനി ഈ വീടിനുണ്ടാവാൻ പാടില്ല. അതിനെനിക്ക് ഈ വീട് ഉപേക്ഷിച്ച് പോയേ പറ്റൂ. എടുത്തി അങ്ങനെ ഒരുപാട് നാളത്തെ എന്റെ അധ്വാനം ലക്ഷ്യം കണ്ടു. ഇനിയെല്ലാം എന്റെ കയ്യിലാ. എന്താ അവന്തികെ?
ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം മീര അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. മീര ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. എന്തിന്? അല്ല, ആരെയും സൂക്ഷിക്കണ്ടേ? ഇവിടുന്ന് ഒരു മിസൈല് തീപിടിച്ചങ്ങോട്ട് വരുന്നുണ്ട്. അതവിടെ സർവനാശം ഉണ്ടാക്കാതെ സൂക്ഷിച്ചോ. മനസ്സിലായില്ല. നെല്ലിശ്ശേരി വീടും സച്ചിയൊക്കെ ഉപേക്ഷിച്ച് അർച്ചന വൃന്ദാവനത്തിലേക്ക് വരിക. ശ്ശോ, എന്താ ഇപ്പൊ ഞെട്ടിയോ? ആരാ ഇത് പറഞ്ഞേ? അർച്ചന തന്നെ എടുത്ത തീരുമാനോ? അപ്പോ അവന്തികയുടെ ഉദ്ദേശം ഇതായിരുന്നു അല്ലേ? അർച്ചനെ അവിടുന്ന് ഇറക്കി വിടാൻ? മീരെന്തായി പറയുന്നേ? ഇതില് വേറെ ആർക്കും ഒരു പങ്കുമില്ല. ജോൽസിന്റെ വിധി പ്രകാരം ആ കുഞ്ഞ് ജനിക്കുന്നത് വരെ അർച്ചനയും സച്ചിയും തമ്മിൽ വേറെ മാറി ജീവിക്കണമെന്നാണ്. അല്ലാതെ അവര് തമ്മിൽ എന്നേക്കുമായി വേർപിരിയൊന്നും അല്ല. കുഞ്ഞ് ജനിക്കുന്നത് വരെ അവര് തമ്മിൽ കാണുന്നത് പോലും അപകടമെന്നാ ജോത്സ്യം പറഞ്ഞത്. എന്തായാലും അർച്ചന ഇവിടുന്ന് പോരാൻ തീരുമാനിച്ചു. അവിടെ പരിഹാര കർമ്മങ്ങളൊക്കെ നടത്തിയോ? അതെങ്ങനെയാ? അതിനു മുമ്പ് സച്ചി ആ ജോൽസിനെ വിരട്ടി ഓടിച്ചു. പാവം പേടിച്ചു പോയി. അപ്പോ ദോഷങ്ങളൊന്നും മാറിയിട്ടില്ലെന്നർത്ഥം. അതും തലയിൽ ചുമന്നോണ്ടാ അവളുടെ ഇങ്ങോട്ടുള്ള എഴുന്നള്ളത്ത് അല്ലേ? എന്ന് കരുതി നീ വിഷമിക്കണ്ട. അവിടെയും ഇതുപോലെ എന്തെങ്കിലും പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ മതി, എല്ലാം മാറിക്കോളും. ആ, അല്ല, അർച്ചന അവിടുന്ന് പോരാൻ സച്ചി സമ്മതിച്ചോ? ആ, അതെനിക്കറിയില്ല. പക്ഷേ അർച്ചന എല്ലാരോടും അവളുടെ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായാലും നാളെ രാവിലെ അവൾ ഇവിടുന്ന് ഇറങ്ങും. ഞാൻ രാവിലെ വിളിക്കാം. ഇവളാള് കൊള്ളാലോ. അർച്ചന ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്നു എന്ന് പറഞ്ഞത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇതിപ്പോ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. എന്റെ ഭഗവാനെ, അവക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ മനസ്സ് തോന്നല്ലേ? നീ കഴിക്കുന്നില്ലേടി? എന്റെ വിശപ്പൊക്കെ പോയി. അതിനോട് ഇപ്പൊ എന്തുണ്ടായി? അമ്മ ഇവിടെ എന്തെങ്കിലും പറഞ്ഞോ? ഞാനോ? ഞാൻ എന്തായാലും നിന്നോട് പറഞ്ഞേ? ആരും ഒന്നും പറഞ്ഞില്ല. ചിലതൊക്കെ കേൾക്കുമ്പോ വിശപ്പും ദാഹവും ഒക്കെ പോവും.